ആദരണീയരായ ഉസ്താദുമാരെ, മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുവാനാണല്ലോ നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ സ്തുതിരത്തിൽ കുട്ടികളോടുള്ള മുത്തുനബിയുടെ മുഹബ്ബത്തിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ ആദരിച്ച് സ്നേഹിച്ചിരുന്നു. കുട്ടികളോട് വാത്സല്യം ഇല്ലാത്തവർ നമ്മിൽ പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. യുദ്ധവേളകളിൽ കുട്ടികളെ വധിക്കുന്നത് പോലും അവിടുന്ന് നിരോധിച്ചു. പല സന്ദർഭങ്ങളിലൂടെ കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെയും തലോടലിൻ്റെയും പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തി. തിന്മയെയും അധർമ്മത്തെയും നെഞ്ചിലേറ്റി അസഹിഷ്ണുതയുടെ വിശ്വവിത്തുകൾ പാകിയ ഒരു സമൂഹത്തിലേക്കായിരുന്നു സഹിഷ്ണുതയുടെ പാഠങ്ങളുമായി. ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളോടും നിങ്ങൾ കരുണ കാണിക്കണേ എന്ന കാരുണ്യത്തിൻ്റെ വചനവുമായിട്ടാണ് കാരുണ്യക്കടലായ അന്ത്യപ്രവാചകൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗതനായത്. തൗഹീദിന്റെ അമര ശബ്ദം പാരിലാകെ മുഴക്കിയതിന് സ്വന്തം നാടും വീടും വിട്ടു പോവേണ്ടി വന്നു ആ പ്രവാചകന്. എന്നിട്ടും തൻ്റെ നാട്ടുകാർ ദുരിതത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയങ്ങൾ സ്വന്തം നാടിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് അയച്ചു കൊടുത്തു ആ പ്രവാചകൻ. വീണ്ടും അന്യവും പാനീയവും നൽകാതെ നബിയെ ബഹിഷ്കരിച്ചു. ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിൽ ചാർത്തി എന്നിട്ട് പോലും മാപ്പപേക്ഷിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ മാപ്പ് കൊടുത്ത ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കരുണക്കടലാണ്. അവിടുത്തെ സ്വഭാവം ദർശിച്ചുകൊണ്ട് ശത്രുക്കൾ പോലും ഉച്ചമിത്രങ്ങളായി മാറിയിരുന്നു. ആ പ്രവാചകന്റെ സഹിഷ്ണുതയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗം നേടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വാഹിർ ദവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.